കിണറ്റിലെ വെള്ളം കൊള്ളുകയില്ല. അപ്പോൾ ഈ വരുന്ന വെള്ളം എന്നിട്ട് നൂല് പോലെ വരുന്നത്. നമ്മൾ എത്ര മണിക്കൂർ നിന്നാലും നമ്മുടെ ഒരു പാത്രം നിറയത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്ര ഒരു 3-4 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് വെള്ളമേ ഇല്ല. ഇവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഞങ്ങൾക്ക് കുടിക്കാനാണെങ്കിൽ തണുപ്പുള്ള വെള്ളത്തിന് വേണ്ടി മിനറൽ വാട്ടർ പോയി കടച്ചെന്ന് വാങ്ങിക്കുവാണ്. എപ്പോഴും കുടിക്കാൻ ഇവിടെ അപ്പം കഴിഞ്ഞ ദിവസം മെമ്പർ വന്ന് ഇവിടെ കൊണ്ട് വെള്ളം തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത്. കഞ്ഞി വെക്കാൻ പോലും ഇവിടെ വെള്ളമില്ല സത്യം പറഞ്ഞാൽ. പൈപ്പിലെ വെള്ളത്തിനാണ് ഒട്ടും ഫോഴ്സും ഇല്ല, വെള്ളവും ഇല്ല. കിണറ്റിലെ വെള്ളമാണെങ്കിൽ കൊള്ളത്ത് പോലും ഇല്ല. വെള്ളത്തിന് ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. എന്തെങ്കിലും ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു ഉത്തരവ് ചെയ്യേണ്ടതാണ് പെട്ടെന്ന്. ഇവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഞങ്ങൾക്ക് കുടിക്കാനാണെങ്കിൽ തണുപ്പുള്ള വെള്ളത്തിന് വേണ്ടി മിനറൽ വാട്ടർ പോയി കടച്ചെന്ന് വാങ്ങിക്കുവാണ്. എപ്പോഴും കുടിക്കാൻ ഇവിടെ അപ്പം കഴിഞ്ഞ ദിവസം മെമ്പർ വന്ന് ഇവിടെ കൊണ്ട് വെള്ളം തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത്. കഞ്ഞി വെക്കാൻ പോലും ഇവിടെ വെള്ളമില്ല സത്യം പറഞ്ഞാൽ. കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ മിനറൽ വാട്ടർ മേടിച്ചാണ് കുടിക്കുന്നത്. തണുപ്പും ഇല്ലാത്തതുകൊണ്ട് ഈ ചൂട് സമയത്ത് ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ തണുപ്പ് പോലും കിട്ടത്തില്ല വെള്ളത്തിന്. അത് കാരണം അത് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. പൈപ്പിലെ വെള്ളത്തിനാണ് ഒട്ടും ഫോഴ്സും ഇല്ല, വെള്ളവും ഇല്ല. കിണറ്റിലെ വെള്ളമാണെങ്കിൽ കൊള്ളത്ത് പോലും ഇല്ല. വെള്ളത്തിന് ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. എന്തെങ്കിലും ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു ഉത്തരവ് ചെയ്യേണ്ടതാണ് പെട്ടെന്ന് തന്നെ. തിരുവല്ല നഗരസഭയുടെ 2ാം വാർഡ് കുട്ടങ്കേരിയിൽ കുടിവെള്ളമില്ല. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാകുന്നില്ല. ഈ നഗരസഭയുടെ തന്നെ പ്രദേശത്ത് ഏറ്റവും താഴ്ന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നത്. പ്രദേശവാസികൾ വിളിച്ചിട്ടാണ് അമ്മ എങ്ങനെ വെള്ളപ്രശ്നം എന്നാൽ വെള്ളമില്ല. എത്ര ദിവസം കഴിഞ്ഞാലും വെള്ളമില്ല. 100 പോണക്ക് ഇച്ചിരി വെള്ളം വരും. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അതങ്ങ് പോകും. സമരത്തിന് ചെന്ന് അവർ തരാമെന്നാണ് പറയുന്നത്. അവിടെ പൊട്ടി ഇവിടെ പൊട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങും പൊട്ടിയിട്ടുമില്ല, വെള്ളവുമില്ല. രാത്രിയിലെ വെള്ളം കിട്ടുന്നുണ്ട്. രാത്രി തുള്ളിയേ വരുന്നുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ബക്കറ്റ് എടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഒട്ടുമില്ല. ഇന്നലെ ഞാൻ സമരത്തിന് പോയായിരുന്നു. ഇവിടെ എങ്ങാണ്ട് പൊട്ടിക്കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അത് വന്ന് പൈപ്പ് ഇട്ടിട്ട് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ബില്ലും അടച്ചിട്ടുണ്ട്. ബില്ല് ഒരു തുകയാണ് വരുന്നത്. അതും കൊണ്ടൊന്ന് ഈ മാസത്തെ കൊണ്ട് അടച്ചിട്ടുണ്ട്. വെള്ളവും ഇല്ല. ബില്ല് മുടങ്ങുന്നില്ല. ഇല്ല, സമയത്ത് അത് അടയ്ക്കുന്നുണ്ട്. കൊണ്ട് അടച്ചു. ഭർത്താവ് കൊണ്ട് അടച്ചു. തരുന്നുണ്ട്. വെള്ളമില്ല. വെല്ല് വരാൻ ഒരു ഇതുമില്ല. അത് സമയത്തിന് അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് കൊണ്ടുവന്ന് അടയ്ക്കുന്നുമുണ്ട്. ഇന്നലെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് വെള്ളം തരാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ തുള്ളി വെള്ളം എനിക്ക് കിട്ടിയില്ല. മൂലക്കത്തെ പൈപ്പിൽ വെള്ളം വന്നാൽ ഈ ഏരിയയിലോട്ട് വെള്ളം വരത്തില്ല. എന്താ കാരണം ഞാൻ കരുതേണ്ട ഈ വീട്ടുകാർക്ക് മാസങ്ങളോളമായി വെള്ളം വരാതായിട്ട്. ഇപ്പോൾ എങ്ങാണ്ട് 2 ദിവസം എങ്ങാണ്ട് അവിടെയും വെള്ളം വന്നു. അവർ മീറ്റർ നോക്കിയപ്പം പറഞ്ഞു മീറ്ററിന് നല്ല കേടാന്ന്. അവർ ഇവിടെ നിന്ന് വന്ന് ഈ പൈപ്പിൽ നിന്ന് അവർ വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്നു ഈ വീട്ടുകാർ. എല്ലാവർക്കും ബില്ലൊക്കെ വരുന്നുണ്ട് അല്ലേ? ബില്ല് കണ്ടത്തറമ്പില്ല താമസിക്കുന്നത്. ഞങ്ങൾക്കാണ് ഈ കുടിവെള്ളം, ഞങ്ങൾക്ക് ഈ വെള്ളമാണ് കുടിക്കുന്നത്. കിണറ്റിലെ വെള്ളം കൊള്ളുകയില്ല. അപ്പോൾ ഈ വരുന്ന വെള്ളം എന്നിട്ട് നൂല് പോലെ വരുന്നത്. നമ്മൾ എത്ര മണിക്കൂർ നിന്നാലും നമ്മുടെ ഒരു പാത്രം നിറയത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്ര ഒരു 3-4 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് വെള്ളമേ ഇല്ല. ഇവിടെയുള്ള കിണറ്റിലെ വെള്ളം ഒന്നും കുടിക്കാൻ കൊള്ളത്തില്ല. 6 മാസമെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ നൂല് പോലെ. അപ്പോൾ ഈ ബില്ല് വരുന്നുണ്ട്. ബില്ല് അടച്ചില്ല, അനീഷം ബില്ലും വരുന്നുണ്ട്. നമുക്ക് അതിന് യാതൊരു കുറവില്ല. അവരുടെ പൈസയ്ക്ക് അങ്ങ് കിട്ടിയേ പറ്റൂ. നമുക്ക് വെള്ളമില്ല, അതാണ് പ്രശ്നം. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇത് എങ്ങനെയുണ്ട് ഷൈജ? വെള്ളം എന്ന് പറയുന്നത് വീട്ടമ്മമാർ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. കുറേ കാലങ്ങളായി വെള്ളം കിട്ടുന്നില്ല. ചില ദിവസം രാത്രിയിൽ ഞാനടക്കം നമ്മുടെ വാട്ടർ സപ്ലൈ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ദേഷ്യം കയറുകയും നിങ്ങൾ ഓടി വന്ന് ഞങ്ങളിവിടുന്ന് വെള്ളം തരാതിരിക്കുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട്, പരിശോധിക്കുകയാണെന്നൊക്കെ തരത്തിലാണ് പറയുന്നത്. എയെ വിളിച്ചടക്കുന്ന എയൊക്കെ നിഷേധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ പാവങ്ങളാണെങ്കിൽ വെള്ളം കിട്ടാതെ കിലോമീറ്ററോളം കിണറുള്ളടുത്ത് പോയി വെള്ളം കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും കിണറും പറ്റില്ല. കണ്ടമായത് കുടിവെള്ളം ശുദ്ധജലം ലഭിക്കാറില്ല. കിട്ടുന്നത് കുടിവെള്ളം എന്ന് പറയുന്ന കിണറ്റിലെയൊക്കെ മഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. അതാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് പറയാനുള്ളത്. അതായത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കിണറുകൾ കുഴിച്ചാലും എല്ലാവർക്കും ശുദ്ധമായ വെള്ളം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ അതോറിറ്റി കൃത്യമായ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വാർഡിൻ്റെ കൗൺസിലർ ആർ മനുവാണ്. മനു ഇക്കാര്യത്തിൽ മനു പറയുന്നത് എന്താണെന്ന് നമുക്കിനിയും കേൾക്കാം. തിരുവല്ല, ചുമത്ര, കോട്ടാലി, ആറ്റുചിറ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുകയാണ്. ചുമത്ര, ആറ്റുചിറ, കുട്ടങ്കേരി പ്രദേശമെന്ന് പറയുന്നത് നഗരസഭയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ മുട്ടറ്റം വെള്ളം വീട്ടിലും റോഡിലും എത്തുന്ന പ്രദേശം. ആ പ്രദേശത്താണ് ആഴ്ചയിലൊരിക്കൽ മാത്രം ഏകദേശം രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയിൽ 1 മണിക്കൂർ മാത്രം വെള്ളം എത്തുകയും പിന്നെ ഒരാഴ്ച കാലം വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. ഇത് തുടർച്ചയായിട്ട് 2-3 മാസമായി തുടരുകയാണ്. തിരുവല്ല വാട്ടർ സപ്ലൈ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നഗരസഭയുടെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ
വെള്ളം വീടുകളിലെത്തി, രണ്ടാം നിലയിലെ ടാങ്കിൽ എത്തി പൂർണ്ണസമയം വെള്ളം നിൽക്കുമ്പോഴാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം വാട്ടർ സപ്ലൈയിൽ നിന്ന് വെള്ളം തുറന്നാൽ ആദ്യം ഒഴുകി എത്തേണ്ട തിരുവല്ല, ചുമത്ര, കോട്ടാലി, ആറ്റുചിറ പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കാത്തത് ഗുരുതരമായ അനാസ്ഥയാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. നമ്മൾ കാണേണ്ടത് നഗരസഭ ആവശ്യമായ പണം അമൃത് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലുണ്ട്. ഇതിന് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് എത്ര രൂപ വേണമെങ്കിലും എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്താൽ അത് കൊടുക്കാൻ നഗരസഭ തയ്യാറാണെന്ന് നഗരസഭ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇതിനകത്ത് ഇടപെടാതെ കഴിഞ്ഞ 3-4 മാസക്കാലമായി തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു ഗൗരവപരമായ ഇടപെടലും തിരുവല്ല വാട്ടർ സപ്ലൈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് തുടർച്ചയായി ആവശ്യപ്പെട്ടതുകൊണ്ടും അതോടൊപ്പം തന്നെ വിവിധ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ എല്ലാം അവസാനമായാണ് ഇന്നലെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് തിരുവല്ല വാട്ടർ സപ്ലൈ ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് 1 മാസത്തിനുള്ളിൽ ഇത് പരിഹരിക്കും എന്നാണ് വാട്ടർ സപ്ലൈ അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ പരിഹരിച്ചില്ല എങ്കിൽ സ്വാഭാവികമായും തുടർന്നും സമരത്തിലേക്ക് പോകേണ്ടി വരും. 7 ദിവസക്കാലം വെള്ളം ഏറ്റവും സാധാരണക്കാരൻ താമസിക്കുന്ന പ്രദേശമാണ്. നമ്മൾ കണ്ട രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വൈകിട്ട് 5 മണിക്ക് ജോലി കഴിഞ്ഞാൽ 6 മണി 7 മണിയാകുമ്പോഴേ വീട്ടിൽ ആളുകൾ വരുന്നത്. ഒന്ന് കുളിക്കാനോ കുടിക്കാനോ വെള്ളമില്ലാതെ മനുഷ്യൻ വളരെ ഭയാനകപരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ഈ ഏറ്റവും ദുരവസ്ഥ, എൻ്റെ ഉൾപ്പെടെ വീട് നിൽക്കുന്ന പ്രദേശമാണ്, അവിടെ പോലും വെള്ളമില്ല. ഈ ദുരവസ്ഥ നിരവധി തവണ അത് രേഖാമൂലവും നേരിട്ട് ചെന്നും ഫോണിൽ വിളിച്ചും വാട്ടർ സപ്ലൈയുടെ തിരുവനന്തപുരം മുതൽ തിരുവല്ല AE വരെ AE അതോടൊപ്പം തന്നെ AXC EE SC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ചിട്ടും കടുത്ത അലംഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വലിയ സമരത്തിലേക്ക് പോകേണ്ടത്. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് 1 മാസത്തിനുള്ളിൽ ഇത് പരിഹരിക്കാം എന്ന് പറഞ്ഞ വാക്ക് അത് പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറാവും. വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ഇന്നലെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ തിരുവല്ലയിൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇനിയും ഈ കുടിവെള്ളം കൊടുക്കാതിരിക്കാനാണെങ്കിൽ സമീപനമെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഈ ആളുകൾ പറയുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.